നിങ്ങൾ അച്ഛനമ്മമാരെക്കാൾ സുരക്ഷിതമായി വിദ്യയെ ആർക്കും നോക്കാൻ സാധിക്കില്ല. വിവാഹമൊക്കെ നന്നായി ആലോചിച്ച് വേണം നടത്താൻ. എടുത്തു ചാടിയാൽ അത് അപകടമാവും. ആദ്യ കാഴ്ചയിൽ നമ്മൾ കാണുന്ന മുഖവും സ്വഭാവവും ആയിരിക്കില്ല പലർക്കും പിന്നീട്. അതുകൊണ്ട് യാതൊരു ധൃതിയും കാണിക്കാത്ത നല്ലത്. അതെന്താ മാധവി ചേച്ചി അങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? ഏയ്, അങ്ങനൊന്നും അല്ല തന്നെ. ഞാൻ പൊതുവായി പറഞ്ഞതാണ്. അത് ശരിയാണെന്ന് തോന്നില്ലല്ലോ. എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഉണ്ട്. എന്തായാലും തുറന്നു പറഞ്ഞു ചേച്ചി. നമുക്കിടയിൽ എന്തിനാ ഒരു ഒളിവ് മറയൊക്കെ? ഞാൻ എന്തോ പറഞ്ഞു കേൾക്കണമെന്ന് ധന്യ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. അത് ധന്യയുടെ ഒരു സ്വഭാവമാ മാധവി. മാധവി അതൊന്നും കാര്യമാക്കണ്ട. ഏതായാലും നിങ്ങൾ വന്നത് മീരമോൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. മുത്തശ്ശിയെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല മോൾക്ക്. ഒരുപാട് നാളായിട്ട് ഞാനും വരണമെന്നും ഇവിടെ നിൽക്കണമെന്നും കരുതുന്നുണ്ട്. പക്ഷെ അത് സാധിച്ചില്ല. ഞാൻ മാധവിയോട് പറഞ്ഞായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ പറയാറ്. മീരമോൾക്ക് പുരാണത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും എല്ലാ അറിവും ലഭിച്ചത് സാവിത്രമ്മയിൽ നിന്നാണെന്ന് മോള് പറയാറുണ്ട്. എനിക്കൊരുപാട് കാര്യങ്ങൾ സാവിത്രമ്മയോട് ചോദിച്ചറിയാനുണ്ട്. അതിനെന്താ, എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതായാലും സാവിത്രിയമ്മ വന്നത് സുഭദ്രേച്ചിക്കൊരു കൂട്ടായി. മുത്തശ്ശൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ലടാ, നീ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് നോക്കി നിന്നതാ. ഞാൻ ആദർശന്റെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങുക. ആ കാര്യം മുത്തശ്ശനെ നേരിട്ട് കണ്ട് പറയണമെന്ന് തോന്നി. ജോലിക്കാര്യം നീ അന്ന് പറഞ്ഞിരുന്നല്ലോ. അന്ന് അവിടെ ആദർശന്റെ സഹോദരന്റെ ഭാഗത്തു നിന്ന് എന്തോ എതിർപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അഭിരാമി ചേച്ചിയുടെ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പക്ഷേ ആദർശേട്ടന് ഞാൻ അവിടെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമാണ്. എന്നെ ജോലിക്ക് നിയമിക്കുമ്പോൾ തടസ്സം ഉണ്ടാവാതിരിക്കാൻ അഭിരാമിയും ഭർത്താവിനെയും ആദർശേട്ടൻ വിദേശത്തേക്ക് അയച്ചിരിക്കുക. അയ്യോ, അതവരറിയുമ്പോ പ്രശ്നമാവില്ലേ മോനെ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശ. അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അതൊക്കെ ആദർശേട്ടൻ നോക്കിയോളൂ. എന്നാലും നിനക്ക് വേണ്ടി അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവില്ലേ? അങ്ങനെ സംഭവിച്ചാ അത് മീരയാവില്ലേ മോനെ ബാധിക്കുന്നത്? ഞാൻ ഇതൊക്കെ ആദർശേട്ടനോടും മീരയോടും പറഞ്ഞതാ. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ബാക്കി ഒരു കാര്യവും ഞാൻ ചിന്തിക്കേണ്ട, ഓഫീസിൽ ജോയിൻ ചെയ്യാനാണ് അവർ പറയുന്നത്. ഇനിയും ഞാനത് എതിർത്താ എൻ്റെ അഹങ്കാരമായിട്ട് അവർ കരുതില്ലേ മുത്തശ്ശ? അതും ശരിയാണ്. നീ ഏതായാലും ആത്മാർത്ഥമായി തന്നെ അവിടെ നിൽക്കണം. നീ ആ കമ്പനിയിൽ വേണ്ടാന്ന് പറഞ്ഞ അഭിരാമിക്ക് തന്നെ നിന്നെ വിളിച്ചത് നന്നായി എന്ന് തോന്നണം. മനസ്സിലായി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് കൃത്യമായ പോസ്റ്റൊന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം കുറച്ച് ദിവസം അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കണ്ടു പഠിച്ചതിന് ശേഷം നല്ലൊരു പോസ്റ്റിൽ നിയമിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതാണ് നല്ലത്. ആദ്യമേ നിന്നാൽ കഴിയാത്ത ഉത്തരവാദിത്വം എടുത്ത് തലയിൽ വെച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാ മോനെ. ആദർശ് പലരെയും പിണക്കിയിട്ടാണ് നിനക്ക് ഈ ജോലി തരുന്നതെന്ന ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. നീ കാരണം ആരുടെ മുമ്പിലും ആദർശ് തല കുനിക്കാൻ ഇടവരരുത്. മുത്തശ്ശൻ പേടിക്കണ്ട. ആ പഴയ സൂരജല്ല ഞാൻ. ഇപ്പം എന്താ ശരി എന്താ തെറ്റെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എനിക്ക്. എൻ്റെ നന്മ ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി മോനെ. ഇത്രയും വർഷം നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇനി ആ പേടിയില്ല. നിനക്ക് വഴി കാണിക്കാൻ ആദർശം മീരയും കൂടെ ഉണ്ടല്ലോ. അത് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇത്രയും നാളും നല്ലൊരു സഹോദരിയുടെ സ്നേഹം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. സത്യം പറഞ്ഞാൽ മീരയെ പോലൊരു അനിയത്തിയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും എനിക്കത് മനസ്സിലാക്കാനോ അവളെ സ്നേഹിക്കാനോ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ഞാൻ ഇത്രയും വർഷം നഷ്ടമാക്കി കളഞ്ഞത് വലിയൊരു നിധി തന്നെയായിരുന്നുവെന്ന്. ജീവിതം ഇങ്ങനെയാ മോനെ. കയ്യിലുള്ള സമയത്ത് പലതും നമ്മൾ തിരിച്ചറിയില്ല. എന്നേക്കുമായി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതിന്റെ വില മനസ്സിലാക്കും. അങ്ങനൊരു ഭാഗ്യദോഷിയാ ഞാനും.
എന്റെ ഗതി നിനക്ക് വരാൻ പാടില്ല. നല്ലതും ചീത്തയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും നിനക്കുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോണം. മുത്തശ്ശൻ പേടിക്കണ്ട. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. ആ, അത് മതി. പിന്നെ നിന്റെ അമ്മ, അവള് സ്വാർത്ഥയാ. അവളുടെ മുന്നിൽ കാശിനും സ്വത്തിനും മാത്രമേ വിലയുള്ളൂ. അവള് നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കാൻ ശ്രമിക്കും. അത് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. അമ്മ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രമാണ് മീരയും ആദർശേട്ടനെയും പോലും സ്നേഹിക്കുന്നത്. ആർക്ക് എന്ത് സംഭവിച്ചാലും അമ്മ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നതാണ് അമ്മയുടെ വാശി. കുറച്ചുനാൾ മുമ്പ് വരെ ഞാനും അതാ ശരിയെന്നാ കരുതിയിരുന്നത്. എനിക്കതറിയാം. ഏതായാലും ഇപ്പൊ മുത്തശ്ശന് സമാധാനമുണ്ട്. നീ ചെന്നെത്തിയത് ശരിയായ സ്ഥലത്ത് തന്നെയാ. ഇനി വൈകാതെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി നിന്റെ വിവാഹം കൂടി നടത്തണം. നിനക്ക് നല്ലൊരു കുടുംബം കൂടി ആകുന്നത് കണ്ടിട്ട് വേണം മുത്തശ്ശന് സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ. മുത്തശ്ശ, ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ. എൻ്റെ വിവാഹം കഴിഞ്ഞ് കണ്ണടയ്ക്കാൻ ധൃതി വെച്ചിരിക്കുകയാണെങ്കിലേ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കും. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ സത്യാ പറഞ്ഞത്. എനിക്ക് എൻ്റെ മുത്തശ്ശൻ എന്നും കൂടെ ഉണ്ടാവണം. ശരി ശരി, തൽക്കാലം ഞാൻ എങ്ങും പോകുന്നില്ല. പിന്നെ പറഞ്ഞ ഒന്നും മറക്കണ്ട. ആരോടും നന്ദികേട് കാണിക്കരുത്. നീ കാരണം ആരും വിഷമിക്കാനും ഇടവരരുത്. മുത്തശ്ശൻ്റെ പേടി എനിക്ക് മനസ്സിലാവും. മുത്തശ്ശന് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പരിപൂർണമായ ആത്മാർത്ഥതയോടെ തന്നെ ഞാൻ ജോലി നോക്കും. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദികേടും ഉണ്ടാവില്ല. കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പഴക്കം യഥാർത്ഥത്തിൽ എത്രയാന്ന് ചോദിച്ചാ എനിക്കറിയില്ല. തറവാട്ടിലെ മുതുമുത്തശ്ശന് എന്നുവെച്ചാ എന്റെ മുത്തശ്ശന്റെ 3-4 തലമുറ മുൻപ് ഏതോ ഗുരുവിൽ നിന്നും കിട്ടിയതാണ് ആ വിഗ്രഹം. പൂജ തുടങ്ങുന്നതിന് മുൻപ് ഗുരുവായി സങ്കല്പിച്ച് ആ മുത്തശ്ശനെ സ്മരിച്ച് തൊഴുതിട്ടേ എല്ലാം ചെയ്യൂ. അപ്പോ ആ വലിയ മുത്തശ്ശന്റെ ഗുരു സൂക്ഷിച്ചിരുന്ന വിഗ്രഹമായിരുന്നിരിക്കും അതല്ലേ? അതെ, അങ്ങനെ തന്നെയാ ഞങ്ങള് കരുതുന്നത്. അദ്ദേഹം വടക്കേ ഇന്ത്യയിലുള്ള ആളായിരുന്നു. വലിയ മുത്തശ്ശൻ 12 വർഷത്തോളം അദ്ദേഹത്തിന്റെ ശിഷ്യനായി പല സ്ഥലത്തും സഞ്ചരിച്ചു എന്നാ കേട്ടിരിക്കുന്നത്. അതിനുശേഷം ഗുരു വിഗ്രഹം നൽകി തറവാട്ടിലേക്ക് തിരികെ പോയിക്കൊള്ളാനും അവിടെ ഒരു ക്ഷേത്രം പണിത് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാനും പറഞ്ഞു. അങ്ങനെ ആ മുത്തശ്ശനാണ് വിഗ്രഹം കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം തലമുറകളായി ഭഗവാന്റെ പൂജാവിധാനങ്ങൾ പഠിച്ച് പൂജിച്ചു പോന്നു. അതിനൊരു മാറ്റം വന്നത് എന്റെ കുട്ടിക്കാലത്ത് ആ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോഴാണ്. അന്ന് തന്നെയാണ് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതും. പിന്നീട് ആ വിഗ്രഹം കിട്ടുന്നത് മീരയ്ക്കാണല്ലേ? അതെ. പക്ഷേ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ആ വിഗ്രഹം സ്വപ്നം കാണുമായിരുന്നു. ഓഹോ. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആ വിഗ്രഹം ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ട്. അച്ഛനത് സാധാരണ വിഗ്രഹമാണെന്ന് കരുതി വാങ്ങിക്കൊണ്ട് വന്നത് കണ്ടിട്ട് ഞാൻ ഇതല്ല സ്വപ്നത്തിൽ കണ്ടതെന്നും പറഞ്ഞു കരഞ്ഞു. പാവ അച്ഛൻ എന്ത് ചെയ്യാനാ? ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും എനിക്കറിയില്ലായിരുന്നു. മായയ്ക്കു വേണ്ടി ആണ്ട് ബലിയിടാൻ ഹരിയും മീരയും കൂടി കടൽ തീരത്ത് പോയപ്പോഴാ വിഗ്രഹം അവിടെ നിന്ന് തിരിച്ചു കിട്ടിയത്. അമ്മയില്ലാത്തതിന്റെ സങ്കടം സഹിക്കാൻ വയ്യെന്നും എനിക്കൊരു കൂട്ട് വേണമെന്നും പറഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. അപ്പോഴാ കരയിലേക്ക് വന്ന തിരകൾ തിരിച്ചിറങ്ങിയപ്പോ മണലില് വിഗ്രഹം തെളിഞ്ഞു വന്നത്. അതെടുത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ ബീനാമ്മ വിഗ്രഹം വീട്ടിൽ വെക്കാൻ സമ്മതിച്ചതുമില്ല. അത് പിന്നെ ആരും പെട്ടെന്നങ്ങനെ സമ്മതിക്കില്ലല്ലോ. ആരെങ്കിലും ഉപേക്ഷിച്ച വിഗ്രഹമാണോ എന്നൊക്കെ കൃത്യമായ അറിവില്ലാതെ വീട്ടിൽ വെക്കാൻ ആരായാലും ഭയക്കും. ഭഗവാനെ വീട്ടിൽ വെക്കാൻ ഭയക്കുന്നത് എന്തിനാ? എല്ലാ ഈശ്വരന്മാരും രക്ഷിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിച്ചാൽ അതും ശരിയാ. ഓരോരുത്തർക്ക് അവര് കേട്ടു വളർന്നത് പാലിച്ചു പോകുന്നതല്ലേ ഇഷ്ടം. അതിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ശരിയും തെറ്റുമുണ്ട്. അതിൽ തിരുത്തലുകൾ വേണമെന്ന് അവരവര് തന്നെ സ്വയം തീരുമാനിക്കേണ്ടതാണ്. നമ്മളാരും അതിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ശരിയാ.
ബീന വിഗ്രഹം വീട്ടിൽ കയറ്റാൻ സമ്മതിക്കാതിരുന്നിട്ട് പിന്നെ എങ്ങനെ അത് വീട്ടിൽ വെച്ചത്? ആ, മുത്തശ്ശി വന്ന് അത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം വീട്ടിൽ കയറ്റിയത്. ആ സമയത്ത് ഞാനും ആ വിഗ്രഹം കടലിനടിയിൽ കിടക്കുന്നതായും അശരീരി പോലൊരു ശബ്ദം എന്നോട് സംസാരിക്കുന്നതായും സ്വപ്നം കാണുമായിരുന്നു. അതുകൊണ്ട് മീരയ്ക്ക് കിട്ടിയ വിഗ്രഹം കണ്ടപ്പോഴേ അത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഇതെല്ലാം കേട്ടിട്ട് ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു. പക്ഷേ ഇതെല്ലാം സത്യമാണ്. ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഞങ്ങളിതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ അതിലെ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവും. എങ്കിലും എല്ലാം സംഭവിച്ചതാണ്. എനിക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചാ ആ വിഗ്രഹം മീരയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു എന്നാ. അതാണ് സത്യം. അതെല്ലാം ഭഗവാന്റെ തീരുമാനം തന്നെയാണ്. വിഗ്രഹം നഷ്ടപ്പെട്ട സമയത്ത് തറവാട്ടിൽ കഷ്ടകാലങ്ങൾ തുടങ്ങുകയും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്റെ മുത്തശ്ശൻ തറവാട് വീതം വയ്ക്കാൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയ സമയത്താണ് വിഗ്രഹം നഷ്ടപ്പെട്ടത്. അന്ന് വീതം നടത്തണമെങ്കിൽ ആരെങ്കിലും ക്ഷേത്രവും പൂജയും ഏറ്റെടുക്കാൻ തയ്യാറാവണമായിരുന്നു. പക്ഷേ അന്ന് അതിനാരും തയ്യാറായില്ല. അതാവും അന്ന് വിഗ്രഹം നഷ്ടപ്പെട്ടതും പിന്നീട് മീരയിലേക്ക് എത്തിച്ചേർന്നതും. അതൊക്കെ തന്നെ ആവാനേ വഴിയുള്ളൂ. ഭഗവാനെ എല്ലാവരും മറന്നതിന്റെ ഓർമ്മപ്പെടുത്തലാവും ഐശ്വര്യവും സമ്പത്തും നഷ്ടമായി തറവാട് ക്ഷയിച്ചത്. ആ അതെ, അതെല്ലാം തിരികെ കിട്ടി എല്ലാവർക്കും പുതിയ ജീവിതം ലഭിച്ചു തുടങ്ങിയത് മീര ആ വിഗ്രഹത്തെ വീണ്ടും പൂജിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. ആ വിഗ്രഹമാണ് വീട്ടിൽ നിന്ന് കള്ളന്മാരെടുത്തോണ്ട് പോയത് അല്ലേ? ആ, അതാണ് അവർക്ക് പ്രതിഷ്ഠയുടെ അന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ തന്നെ തിരികെ വെക്കേണ്ടി വന്നത്. ഇത്രയും ശക്തിയുള്ള വിഗ്രഹമാണ് ഇപ്പൊ ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ കാര്യകാരണം അറിയാതെ നടക്കുമ്പോ അത്ഭുതങ്ങളായി തോന്നും. അതുപോലെയുള്ള തോന്നലുകളായേ അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും ഞാൻ കരുതിയിട്ടുള്ളൂ. ഇത്രയും കഥകൾ ഇതിനു പിന്നിലുള്ളതായി എനിക്കറിയില്ലായിരുന്നു. കുറച്ചൊക്കെ അന്ന് മീര പറഞ്ഞെങ്കിലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയിരുന്നില്ല. എല്ലാം ഭഗവാന്റെ ലീലയെന്നല്ലാതെ എന്തു പറയാനാ? നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാം ഈശ്വര നിശ്ചയം പോലെയാ നടക്കുന്നതെന്ന്. എന്നിട്ടും മനുഷ്യരുടെ മത്സരത്തിനും ഓട്ടപ്പാച്ചിലിനും എന്തെങ്കിലും കുറവുണ്ടോ? അതും ഈ ലോകത്ത് ആവശ്യമാണ്. ഭഗവാൻ അതും അറിയുന്നുണ്ട്. ശരിയല്ലേ? അതെ, വളരെ ശരിയാ മീര പറഞ്ഞത്. ഭഗവാനെ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഏയ്, അത് സാരമില്ല. തനിക്ക് വല്ലപ്പോഴും അല്ലേ മുത്തശ്ശിയൊക്കെ അടുത്ത് കിട്ടുന്നത്. ആ സമയം എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാനും മുത്തശ്ശിയും കൂടി സുഭദ്ര ആന്റിക്ക് കുടുംബക്ഷേത്രത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. ആന്റിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. ആ, വലിയ താല്പര്യത്തോടെ എല്ലാം കേട്ടോണ്ടിരുന്നത്. സുഭദ്ര ആന്റി എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. വെറുതെ മുറിയിൽ ജീവിതം തുലച്ചു കളയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ശരിക്കും ജീവിതം അറിഞ്ഞു ജീവിക്കുന്നത് ആന്റിയാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താ അങ്ങനെ? നമ്മൾ ഈ ലോകത്തിൽ കാണിക്കുന്ന ഒരു പ്രകടനങ്ങളും ആന്റിക്കില്ല. ആന്റി വളരെ ജെന്യൂനായ ഒരാളാ. അത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളൊന്നുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ സന്തോഷമോ സങ്കടമോ ഒന്നുമില്ലാതെ ഈ നിമിഷത്തിൽ നിറഞ്ഞു ജീവിക്കുകയാണ്. അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലല്ലോ. അതെ, ആദർശേട്ടൻ പറയുന്നത് വലിയൊരു ധ്യാനാവസ്ഥയാണ്. സാധാരണക്കാർക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോ ആന്റിക്ക് അങ്ങനെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് വലിയ കാര്യം. കുട്ടിക്കാലത്ത് എനിക്കും അവയ്ക്കും ആന്റി ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോടൊന്നും ഒരടുപ്പം തോന്നിയില്ല. കാർട്ടൂണും വീഡിയോ ഗെയിമൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം.
എനിക്ക് നേരെ തിരിച്ചായിരുന്നു. മുത്തശ്ശി പറഞ്ഞു തരുന്ന കഥകൾ കേൾക്കാനും നാമങ്ങൾ ചൊല്ലാനും കീർത്തനങ്ങൾ പാടാനും ഒക്കെ ആയിരുന്നു എനിക്കിഷ്ടം. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ലല്ലോ. മുത്തശ്ശിമാര് പറഞ്ഞു തരുന്ന കഥകളൊക്കെ കേട്ട് വളർന്ന കുട്ടികൾ തന്നെ പോലെ മൂല്യങ്ങളുള്ളവരായിട്ട് വളർന്നു വരും. അതിന് ആദർശേട്ടനും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കിപ്പോൾ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് താൻ എൻ്റെ ഭാര്യയായിട്ട് വന്നതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എന്നേ ഡിപ്രഷൻ അടിച്ച് മെഡിസിനും കഴിച്ച് ഞാനൊക്കെ എന്നേ ഷെഡിൽ കയറിയാനെ. ഞാൻ പറഞ്ഞത് സത്യമാടോ. ഇന്ദുവിൻ്റെ സഹോദരൻ്റെ മരണം എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു കളഞ്ഞു. ഇന്ദുവിനും അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചതോടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും എനിക്ക് നഷ്ടപ്പെട്ടതാണ്. അവിടെ താൻ എൻ്റെ കൂടെ നിന്നു, മനസ്സിന് ധൈര്യം തന്നു. അതേസമയത്ത് കമ്പനിയിലുണ്ടായ വലിയ പ്രശ്നവും താൻ പരിഹരിച്ചു. ഇതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി തനിക്ക് കിട്ടിയത് എവിടുന്നാ? അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതല്ലേ. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാൻ താൻ ഭഗവാനോട് പ്രാർത്ഥിച്ചില്ലേ? അത്തരം ചിന്തകൾക്ക് കാരണം തൻ്റെ മുത്തശ്ശി പറഞ്ഞെന്ന കഥകളും ഉപദേശങ്ങളും എല്ലാം ആയിരിക്കില്ലേ? ആ, അത് സത്യ. ഇന്ന് പല കുട്ടികൾക്കും അത്തരം ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കഴിവതും അവർക്കതെല്ലാം അറിയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും അതിനൊരു കുറവുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇവിടെ സുഭദ്രാൻ്റി ഉണ്ട്, പിന്നെ തൻ്റെ മുത്തശ്ശിയുണ്ട്, താനുണ്ട്. ഇതൊക്കെ പോരെ? അല്ല, തൻ്റെ മുത്തശ്ശിക്ക് കൂടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറുമ്പോൾ ചിലർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ? ഈ ഹോം സിക്നെസ് പോലെ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ ചോദിച്ചത്. ഹേയ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മുത്തശ്ശി ഹാപ്പിയാ, അമ്മായിയും ഹാപ്പിയാ. മുത്തശ്ശിയും സുഭദ്രാൻ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കൂട്ടായല്ലേ? അതെ, അവർക്ക് രണ്ടുപേർക്കും ഒരേ ചിന്താഗതിയാ. പിന്നെ ആന്റിക്ക് ലോകവിവരം കൂടുതലുണ്ട്, പിന്നെ വായനയുണ്ട്. അതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. നന്നായി. ഒരേ മനസ്സുള്ളവരെ കൂട്ടുകിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ സംസാരിച്ചിരുന്നാൽ അത് നമ്മുടെ എനർജി കൂട്ടും. വിദ്യയൊക്കെ തിരിച്ചു വന്നിട്ട് അമ്മായി പോയാലും മുത്തശ്ശിയോട് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറയണം. ഉറപ്പായിട്ടും പറയണം. ആൻറ്റിക്കത് വളരെ സന്തോഷമായിരിക്കും. ഹരിയച്ച. ആഹാ, നീ ക്ഷേത്രത്തിൽ പോയോ? ആ, ദാ പ്രസാദം. അകത്ത് വെച്ചേക്ക്, ഞാൻ കുളിച്ചിട്ട് തൊട്ടോളാം. ആ. അല്ല, എന്തു പറ്റി ഇങ്ങനെയൊക്കെ തോന്നാൻ? സാധാരണ നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും ചെയ്യാത്തതല്ലേ? ക്ഷേത്രത്തിൽ പോകണമെന്നും ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിക്കണമെന്നും തോന്നി. ഇന്നു മുതൽ ജോലിക്ക് കയറുന്ന സ്ഥിതിക്ക് അതിന് അവസരം ഉണ്ടാക്കി തന്ന ഭഗവാനോട് നന്ദി പറയണമല്ലോ. നന്നായി മോനെ. നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് തന്നെ ഒരു നല്ല മാറ്റമാണ്. നീ ഇതെവിടെ പോയടാ? ഞാൻ നിന്റെ റൂമിലൊക്കെ നോക്കിയല്ലോ. സൂരജ് ക്ഷേത്രത്തിൽ പോയിരിക്കായിരുന്നു ബീന. ക്ഷേത്രത്തിലോ? അതെ അമ്മേ, ഇന്നു മുതലല്ലേ ആദർശേട്ടൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതി. ആ, ബീനയ്ക്ക് പ്രസാദം കൊടുക്കും മോനെ. ഇതാമേ. എനിക്ക് ഒരുപാട് സന്തോഷമായി. സൂരജിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. മോൻ പോകുന്ന വഴി നേരായ രീതിയിൽ അല്ലേന്നൊരു സംശയം. പക്ഷേ ഇപ്പൊ സമാധാനമായി. തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഹരിയച്ച. പലപ്പോഴും ശരിയെന്ന് കരുതി ഞാൻ ചെയ്തു കൂട്ടിയ പലതും വലിയ തെറ്റുകൾ തന്നെയായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് മതി. തെറ്റുകൾ പറ്റിയാൽ അത് മനസ്സിലാക്കി തിരുത്തുന്നതിലാണ് കാര്യം. ബീന എന്താ ഒന്നും മിണ്ടാത്തത്? സൂരജിന്റെ കാര്യത്തിൽ തനിക്ക് വലിയ ടെൻഷനായിരുന്നില്ലേ? ആ, എന്നാലും സൂരജിന്റെ പെട്ടെന്നുള്ള മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകുന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഹരിയേട്ടാ. സത്യം പറയാലോ, എൻ്റെ ഈ മാറ്റത്തിന് കാരണം മീരയാ. അവൾ സ്വന്തം പെരുമാറ്റത്തിലൂടെ എന്താ ശരി എന്താ തെറ്റെന്ന് എനിക്ക് കാണിച്ചു തന്നു. നിങ്ങൾ സഹോദരങ്ങളാണ്.
പരസ്പരം താങ്ങായി നിൽക്കേണ്ടവർ. അതങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലേ ബീന? ആ ആ, ആ, അതെ അതെ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഹരിയച്ച. ഇന്നു മുതൽ ഞാനൊരു പുതിയ ജീവിതത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്നെ വിശ്വസിച്ച് ആദർശേട്ടനും മീരയും തരുന്ന ഉത്തരവാദിത്വം 100% ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ നിറവേറ്റും. അങ്ങനെ വേണം മോനെ. നിന്റെ ഭാഗത്തുനിന്നൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അത് ബാധിക്കുന്നത് മീരയായിരിക്കുന്നുള്ള ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹരിയേട്ടൻ വെറുതെ അവനെ പേടിപ്പിക്കാതെ. ജോലിക്ക് പോകുന്നതിന് മുൻപേ മനസ്സ് മടുപ്പിക്കുന്ന മട്ടാണല്ലോ. ഇല്ലമ്മേ, നേരത്തെ ആയിരുന്നെങ്കിൽ അമ്മ പറയുന്നത് പോലെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ആരാണ് പറയുന്നതെന്നും എന്തിനു വേണ്ടിയാ പറയുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വന്ന് വന്ന് നീ ഒരു പുണ്യാളനായി പോയല്ലോ സൂരജേ. ബീന എന്താ പറയുന്നത്? സൂരജിന്റെ മാറ്റത്തിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്കൊരാപത്ത് വന്നാൽ ബീനയും മീരമോളും തനിച്ചായി പോകുമെന്ന് ഞാൻ പലപ്പോഴും പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കൊരു ധൈര്യം തോന്നുന്നു. നിങ്ങൾക്ക് സൂരജ് ഉണ്ടാവുന്നുള്ള ധൈര്യം.